അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 വലിയ ഹൈ ബഡ്ജറ്റ് സിനിമ ഇറക്കിയിട്ട് അതിന്റെ പകുതി പോലും ബോക്സ് ഓഫീസിൽ കിട്ടാതെ പൊട്ടിപ്പോയ 5 സിനിമകളാണ്. ഈ ലിസ്റ്റ് ഓവറോൾ ഇന്ത്യയിലെയാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സിനിമ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൊട്ടിപ്പോയില്ലല്ലോ ഉള്ളെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ടോക്ക് ആണ്. ഇത് അഭിഷേക് ബച്ചന്റെ സിനിമയായിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 40 കോടിയായിരുന്നു. ഇത് കിട്ടിയത് ബോക്സ് ഓഫീസിൽ വെറും 3 കോടിയാണ്. 37 കോടിയുടെ നഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ 4 എന്ന് പറഞ്ഞാൽ യുദ്രയായിരുന്നു. അപ്പോൾ അതിന്റെ ഹീറോ എന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ് ചതുർവേദി ആയിരുന്നു. ഇവരുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 50 കോടിയായിരുന്നു. പക്ഷെ ഇവർക്ക് ബോക്സ് ഓഫീസിൽ കിട്ടിയത് വെറും 12 കോടിയാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ലോസ് എന്ന് പറഞ്ഞാൽ 38 കോടിയുടെ നഷ്ടമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഓരോൺ മേ കഹാ ദംദ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമയായിരുന്നു. ഇത് അജയ് ദേവഗണിന്റെ സിനിമയായിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 100 കോടിയായിരുന്നു. പക്ഷെ ഇവർക്ക് ബോക്സ് ഓഫീസിൽ കിട്ടിയത് 14 കോടിയാണ്. ഇവരുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ 86 കോടിയാണ്. അപ്പോൾ നമ്മുടെ നമ്പർ 2 എന്ന് പറയുന്നത് മൈതാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതും അജയ് ദേവഗണിന്റെ സിനിമയായിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 250 കോടിയായിരുന്നു. പക്ഷെ ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ വെറും 55 കോടിയാണ്. ഇവരുടെ ലോസ് എന്ന് പറഞ്ഞാൽ 195 കോടിയുടെ നഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ 1 ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായ സിനിമ എന്ന് പറഞ്ഞാൽ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതിനെക്കുറിച്ച് പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയായിരിക്കും, പലരും ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ചിലപ്പോൾ സിനിമ വരെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അക്ഷയ് കുമാറും ടൈഗർ ഷെറൂഫും പൃഥ്വിരാജ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 350 കോടിയായിരുന്നു. പക്ഷെ ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയത് വെറും 64 കോടിയാണ്. ഇവരുടെ ലോസ് എന്ന് പറഞ്ഞാൽ 286 കോടി രൂപയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. അപ്പോൾ ഇനി ഇതുപോലത്തെ കണ്ടന്റിനായിട്ട് ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, അതിന്റെ പേജസ് ഫോളോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക.